ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം കാസിമിനെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവൊന്നും കണ്ടെത്താനായിട്ടില്ല. അതേസമയം കാസിമിന്റെ പങ്ക് തള്ളിക്കളയാനുമാകില്ല എന്നാണ്. ആ രണ്ടാം ഭാഗത്തിൽ എന്താ ലതിക പിടിക്കാത്തത്? എന്തിനാണ് ഇപ്പോൾ അത് പിൻവലിക്കുകയും ഈ പറയുന്ന പ്രൊഫൈൽ ലോക്കിയും ഒക്കെ ചെയ്തത്? അതല്ല, നിശ്ചയമായും കോടതി മുമ്പാകെ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അവിടെ രണ്ടാം പാദത്തിൽ പോലീസ് പറയുന്നത് എന്താ? കാസിമിന്റെ പങ്കിനെതിരെ തെളിവുകളില്ല പ്രഥമ ദൃഷ്ട്യാ. പക്ഷേ തെളിവുകളില്ല എന്നുള്ളത് കൊണ്ട് കാസിം കുറ്റവിമുക്തനായി എന്ന് നമുക്ക് കരുതാനും ആവില്ല. അതിന് അന്വേഷണം നടക്കുകയാണല്ലോ. ഇനി ഏതെങ്കിലും നമ്പറിൽ നിന്നോ മറ്റേതെങ്കിലും IP അഡ്രസ്സുകളിൽ നിന്നോ ഇത് സൃഷ്ടിച്ചിട്ടുണ്ടോ എന്നുള്ളത് കണ്ടെത്തേണ്ടത് പോലീസിന്റെ ബാധ്യതയാണല്ലോ. ആ ബാധ്യത പോലീസ് നിറവേറ്റി പൊതുമണ്ഡലത്തിൽ ഇത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അത് ബോധ്യപ്പെടാം. അതുവരെ നമുക്ക് ആ സംശയത്തിന്റെ ആനുകൂല്യം കാസിമിന് കൊടുക്കുന്നത് പോലെ തന്നെ KK ലതിക്കും കൊടുക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അത് അതിനു വേണ്ടിയുള്ള ശ്രമമായി മാത്രമാണ്. തുല്യമായി തന്നെയുള്ള മാർജിൻ കൊടുക്കണമെന്നാണ് താങ്കൾ പറയുന്നത്. ഏത് ലോകത്താണ് നമുക്ക് ജീവിക്കുന്നതെന്ന് സംശയം തോന്നില്ലേ ഹസ്കർ അങ്ങേക്ക്? കാസിമും ലതികയും ഒരേ രൂപത്തിലാണോ ഈ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വിവാദത്തിന്റെ ഘട്ടത്തെ അഭിമുഖീകരിക്കുന്നത്? അങ്ങനെയല്ല. കാസിമിൻ്റെതായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഷെയറിങ്, അത് KK ലതിക സതുദ്ദേശപരമായി ഈ നാട് നിലനിൽക്കണ്ടേ എന്ന ചോദ്യത്തോടു കൂടിയാണ് അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ ഇന്ന് തുടക്കം മുതലേ പറയുന്ന നിലപാട് അത് തന്നെയാണ്. ചെയ്യാൻ പാടില്ലായിരുന്നു. വളരെ ജാഗ്രതയോടുകൂടി പൊതുപ്രവർത്തകർ കരുതേണ്ടതും പ്രചരിപ്പിക്കേണ്ടതുമായിട്ടുള്ള മാർഗങ്ങൾക്ക് അതിരുകടന്നു പോയിട്ടുണ്ട്. അതിൽ KK ലതിക്ക് പിശക് പറ്റിയിട്ടുണ്ട്. അത് പാർട്ടി പരിശോധിക്കുന്നേ. അങ്ങനെ പിശകുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ പാർട്ടി നമുക്കിവിടെ പോലീസ് അനുസരിച്ച് ഇതിന്റെ വിവരങ്ങളൊക്കെ കിട്ടേണ്ടതുണ്ട്. അപ്പോഴേ കാസിമിന്റെ കാര്യത്തിനകത്തൊരു തീർപ്പുണ്ടാകൂ. പിന്നെ അറിയേണ്ടത് പോരാളി ഷാജി എന്തുകൊണ്ട് അത് പിൻവലിക്കാതെ നിലനിർത്തി. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ ഫേസ്ബുക്ക് കൊടുക്കേണ്ടി വരും. അതുകൂടാതെ അമ്പാടി മുക്കിനിൽ ഇത് ആദ്യം എന്തുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു എന്നതിൻ്റെ വിശദാംശങ്ങൾ കിട്ടേണ്ടി വരും. ഇപ്പോൾ തന്നെ ഒച്ചിഴയുന്ന വേഗത്തിലാണ് ഈ അന്വേഷണം പോകുന്നത്. ഇതിനിടയിൽ പോരാളി ഷാജിയും അമ്പാടി മുക്കും ഈ കാഫർ പ്രയോഗവുമായി ബന്ധപ്പെട്ട അപായ സൂചന കൃത്യമായി മനസ്സിലാക്കി MV ജയരാജൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിൽ CPMന് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ കണ്ണികളെല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഇത് CPMലേക്ക് പോകില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രകാരം എന്നുറപ്പല്ലേ? കൂടാതെ ഈ പറയുന്ന ഫേസ്ബുക്കിൻ്റെ വിശദാംശങ്ങൾ ഓരോരോ അഡ്മിനുമായി ബന്ധപ്പെട്ട് കിട്ടാനൊക്കെ കാലം കുറെ എടുക്കും. ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് വന്നതും ഇത് ഉൽപ്പാദിപ്പിച്ചതും ഇത് പ്രചരിപ്പിച്ചതും ഏത് ആളാണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. ഇത് CPM ഹാൻഡിൽ നിന്ന് വന്നു തന്നെയാണ്. ഞങ്ങൾ അതിനകത്ത് അർത്ഥശങ്കക്കിടയില്ലാതെ ആ ഘട്ടം മുതൽ ഞങ്ങൾ ഇതിൽ ശക്തമായി ഇത് നിഷേധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നിയമ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ കോടതിയെ സമീപിച്ചു, ഞങ്ങൾ നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തി, ഞങ്ങൾ പ്രതിഷേധ മാർച്ചുകൾ നടത്തി. ഈ ഒരു വിഷയം പ്രത്യേകിച്ച് ഇത് ഞങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. ഇത് കേരളത്തെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. ഇത് ഉൽപ്പാദിപ്പിച്ചതാണ് CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് എന്നത് ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പല്ലേ MV ജയരാജനും പിന്നെ അമ്പാടി മുക്ക് സഖാക്കൾക്കെതിരായും അതോടൊപ്പം തന്നെ പിന്നെ പോരാളി ഷാജിക്കെതിരായി പറയുന്നത് ഇവരെയൊക്കെ പിന്നിൽ നിന്ന് നയിച്ചവരാരാണ്? ഈ അമ്പാടി മുക്ക് സഖാക്കളൊക്കെയുള്ള ആളുകളൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോൾ ഒന്ന് P ജയരാജനോട് ചോദിച്ചാൽ മതി ആരായിരുന്നു അമ്പാടി മുക്ക് സഖാക്കളെന്ന്. ഇതിനകത്ത് പാർട്ടിക്കകത്ത് തന്നെ വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഏത് തരത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചാലും അന്വേഷണം മുന്നോട്ട് പോവില്ല. കാരണം ഇത് ഒച്ചിൻ്റെ വേഗത്തിൽ നീങ്ങും. കാരണം കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇത് അന്വേഷിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തുക അല്ലെങ്കിൽ പറയുക എന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ യഥാർത്ഥ അന്വേഷണത്തിനകത്ത് പോവില്ല എന്നുള്ള വസ്തുതയാണ്.